ഹലോ ഗായ്സ്, അപ്പോൾ ശ്രീസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫർണിച്ചർ ഐറ്റംസുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന സുരേന്ദ്രേട്ടൻ്റെ സ്ഥാപനത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അത് സ്ഥലം വരുന്നത് നമ്മുടെ വെന്നൂർക്ക് പോണ ഭാഗത്തും അതുപോലെ താനൂർക്ക് പോണ റോഡിൻ്റെ ഇടയിലായിട്ടുള്ള കുണ്ടൂർ എന്ന് പറയുന്ന മൂലക്കൽ എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പള്ളിയൊക്കെ കാണാം. ഈ പള്ളിയോട് ചേർന്നിട്ടുള്ള വളവിലാണ് നമ്മുടെ സുരേന്ദ്രേട്ടൻ്റെ സ്ഥാപനം. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഇവിടെ റോഡ് സൈഡിലാണ്, ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരാണത് മാസ്റ്റർ ഫർണിച്ചർ. സ്ഥലം വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കുണ്ടൂർ മൂലക്കൽ ഭാഗത്താണ് സ്ഥലം വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇവിടുത്തെ സുരേന്ദ്രേട്ടനോട് ചോദിക്കാം. നമ്മുടെ ഷോപ്പ് ഇതാണ്. അപ്പോൾ ഷോപ്പിന്റെ ഉൾവശത്തേക്ക് നമുക്ക് പോവാം. ഇവിടെ കുറച്ച് ഫർണിച്ചറുകളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആളെ വിളിക്കാം. എന്തായാലും സുരേന്ദ്രേട്ടാ ഇവിടെ. അപ്പൊ എന്തൊക്കെയാ വർത്താനം? അപ്പൊ ഇതാണ് നമ്മുടെ സുരേന്ദ്രേട്ടൻ. അപ്പൊ നമുക്ക് ഇവിടുന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം എങ്ങനെയൊക്കെയാണെന്ന്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഫർണിച്ചർ അറിയാൻ ഞങ്ങൾ ഇവിടെ നിർമ്മിക്കുകയാണ്. പിന്നെ ഓർഡർ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഓർഡർ പ്രകാരം ചെയ്തു കൊടുക്കും. പിന്നെ എങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു രീതിക്കനുസരിച്ച് പാർട്ടിക്ക് എന്താണ് ചോദിക്കണത് അപ്പൊ ആ രീതിക്കനുസരിച്ച് ഇവിടുന്ന് ചെയ്തു കൊടുക്കും. ഇത് ഇങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം റേറ്റിലാണ് ഓരോ സാധനങ്ങൾ നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നത്. മാക്സിമം എന്ന് വെച്ചാൽ ഇപ്പോ ഇതുപോലുള്ള ഡോറുകളുണ്ട്, ജനൽ പാളികളുണ്ട്, പിന്നെ അതുപോലെ ഈ ഐറ്റംസ് ഡോറുണ്ട്, പിന്നെ അതുപോലെ ഇത് പിന്നെ പഴയ ഡോറാണ്. ഇതൊക്കെ വില കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് ഓരോ സാധനങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ ചെയർ, ഫർണിച്ചർ ഐറ്റംസ്, ചെയറുകള് ഐറ്റംസ്. പിന്നെ ഇത് ജനലാണ്, ഒറ്റക്കള്ളി ജനലുകള്, അത് വാതിൽ കട്ടില്ല. ഇതാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ കമ്പ്യൂട്ടറാണ് കൊടുക്കുന്നത് 7,500. 7,500. കാരണം പഴകിയ മരം ഞങ്ങൾ എടുത്തിട്ട് അത് റിപ്പയർ ചെയ്തിട്ടാണ് ഇത് പുതിയതാക്കി മാറ്റി ഞങ്ങൾ പാർട്ടിക്ക് കൊടുക്കുന്നത്. കാരണം എല്ലാ കേടുപാടുകളും തീർത്തിട്ട് ഈ വിലയിൽ ഞങ്ങൾ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 7 രൂപ റേറ്റിൽ കൊടുക്കുന്നത്. അതായത് പടുമരങ്ങളല്ല, പടുമരമായിട്ട് ഉപയോഗിക്കുന്ന സാധനമല്ലത്. ഇതൊക്കെ പഴകിയ മരം, പുതിയ മരം ഒക്കെ വെച്ചിട്ട് നല്ല മരം കൊണ്ട് നിർമ്മിച്ച സാധനങ്ങളാണ്. ഇതാകെ ഞങ്ങൾ കൊടുക്കുന്നത് 7,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് ഞങ്ങൾ 4 രൂപ റേറ്റിൽ, ഒരു പീസ് 4 രൂപ റേറ്റിൽ കൊടുക്കും. ഇതുപോലെ ഇനി പാർട്ടി ഏതെങ്കിലും ഓർഡർ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ നിർമ്മിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ ഈ 3 കള്ളി ജനലും പിന്നെ ഇവിടെയുള്ള ഈ ഫർണിച്ചർ ഐറ്റംസുകളെല്ലാം കണ്ട്. അപ്പൊ ഈ 3 കള്ളി ജനല് എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം പാർട്ടിക്ക്? ഈ 3 കള്ളി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7,500 രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ 7,500 കൊടുക്കാം. അപ്പൊ ഇത് ഏതാ മരം ഏതാണ് വരുന്നത്? ഇത് പ്ലാവ് ഉണ്ട്, ഇതില് ഇരുളുണ്ട്, അല്ലാതെ മറ്റുള്ള പടുമരം ഐറ്റംസോ കാര്യങ്ങളോ ഒന്നല്ല. അപ്പൊ പാർട്ടിക്ക് നല്ല സാധനം തന്നെ ഉപയോഗത്തിലാകട്ടെ വെച്ചിട്ടാണ് നമ്മൾ ഈ നിർമ്മിച്ചു വെച്ചത്. നല്ല സാധനം ഉപയോഗിച്ചാൽ അത്രയും ഗ്യാരണ്ടി കിട്ടും ചെയ്യും.
അതാണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നിർമ്മിക്കുന്നത്. പിന്നെ നമുക്ക് ഇനിയിപ്പോ ഇവിടെ വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇവിടെ ഈ ജനൽ, ഒറ്റക്കള്ളി ജനല്. ഇത് നമ്മൾ കൊടുക്കുന്നത് ഈ ഒറ്റക്കല്ലിക്ക് ഒരു 5 രൂപ പാർട്ടിക്ക് കൊടുക്കാം. 5 രൂപ. ഒരു റേറ്റ് ഉണ്ടോ? റേറ്റ് കാര്യങ്ങൾ റേറ്റ് ഉണ്ട്. അപ്പൊ 5 രൂപയ്ക്കാണ് മാക്സിമം ആണ്. മാക്സിമം നമുക്ക് പാർട്ടി വന്നു കഴിഞ്ഞാൽ അതിന്റെ മാക്സിമത്തില് നമുക്ക് നിർമ്മിച്ച് കൊടുക്കാം. ആ ഒറ്റക്കല്ലിയാണെന്നുണ്ടെങ്കിൽ അന്ന് ഐറ്റ് കൂടിയത്, അതായത് 1.70 ഐറ്റോളം ഉണ്ട്. ഒരു 2 കല്ല് പടവ് വെച്ചിട്ട് അതിന്റെ മേലെന്ന് വെക്കാനുള്ള ഐറ്റാണ് 1.70 നിർമ്മിച്ചു വെച്ചത്. ആ ജനല് നമുക്കൊരു 6 രൂപ റേറ്റിൽ കൊടുക്കാം. ഇത് ഇവിടെ നമ്മുടെ ഫർണിച്ചർ ഐറ്റം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഐറ്റ് ഉള്ളത് തന്നെ. ഇത് എത്ര അടിയാണ് ഉള്ളത്? ഇത് 1.70 അടിയുണ്ട്. 1.70 സെന്റിയാണ്. പിന്നെ ഈ കട്ടില് എങ്ങനെയാണ് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി? നമുക്കൊരു 4 രൂപക്ക് കൊടുക്കാം. 4 രൂപ. മാക്സിമം നമുക്ക് അവര് വരികയാണെന്നുണ്ടെങ്കിൽ രീതിക്കൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ചെറിയ വിൻഡോ ഫ്രെയിം ഇവിടെ ജനല് തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ്? പ്ലാവിന്റെ തടിയാണ്. പ്ലാവിന്റെ തടി, അതായത് ജനൽ പാളിയാണിത്. അപ്പൊ പ്ലാവിന്റെ തടിയിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. 1.100 നമുക്ക് പാർട്ടിക്ക് കൊടുക്കാം. അതായത് നമ്മൾ നിർമ്മിച്ചിട്ട് പാർട്ടിക്ക് 1.100 നമ്മൾ കൊടുക്കാം. ഈ ഒരു വലിയ ഫ്രെയിം. അതുപോലെ അതിന്റെ താഴെ 1/4 പൊളിയാണ് ഇത്. 1/4 പൊളി ഇത് നമ്മൾ ഒരു 1000 രൂപയ്ക്ക് കൊടുക്കാം. ഇതും പ്ലാവിന്റെ തടി. അതിന്റെ താഴെയുള്ള തടിയാണ് ഇത്. ഈ ഫ്രെയിം നമുക്കൊരു 800 രൂപയ്ക്ക് ഇത് കൊടുക്കാം. 800. ഇപ്പോ നമ്മുടെ ഈ ഒരു ഫർണിച്ചർ ഐറ്റം എത്ര രൂപയ്ക്ക് കൊടുക്കുക? എങ്ങനെ, മരം ഏതാണ്? സിറ്റ് ഔട്ടില് ഗസ്റ്റുകൾക്കൊക്കെ വന്നിരിക്കാനും ഒക്കെ ഉപയോഗിക്കണ 3 സീറ്റ്. ഈ 3 സീറ്റ് നമുക്കൊരു 7 രൂപയ്ക്ക് കൊടുക്കാം. അതായത് പഴകിയ മരാണെങ്കിലും നല്ല മരങ്ങളുണ്ട്. ഇരുള്, പ്ലാവ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. മാക്സിമം നമുക്ക് അവര് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മാക്സിമത്തിലൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇത് സിംഗിൾ ചെയർ ആണ്. സിറ്റ് ഔട്ടിലൊക്കെ ഉപയോഗിക്കണ സിംഗിൾ ചെയർ. ഇത് നമുക്ക് ഒരു 4 രൂപയ്ക്ക് കൊടുക്കാം. ഈ ചെയർ 4000 രൂപയ്ക്ക് കൊടുക്കാം. ഡോറ് നമുക്ക് ഫിറ്റിംഗ് ചാർജ് ഉൾപ്പെടെ നമുക്കൊരു 5 രൂപയ്ക്ക് കൊടുക്കാം. ഈ ഡോറ് മരം, ഫുൾ മരമാണ്. കാരണം പെറോഡോറിനെ കാട്ടിലും നല്ല വീട് നിൽക്കുന്ന മരങ്ങളാണ് ഇതൊക്കെ. ഇത് പ്ലാവിന്റെ തടിയുണ്ട്. ഇതിൽ ഇരുളുണ്ട്. ഇത് പെയിന്റിങ് ചെയ്തെന്ന് മാത്രമല്ല, ഇനി പാർട്ടികൾക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ പെയിന്റ് വരെ കളഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവർക്ക് പറ്റിയെങ്കിൽ മാത്രം എടുത്താൽ മതി. കാരണം അത്രയ്ക്കും ക്ലിയർ ആയിട്ടുള്ള മരങ്ങളാണിത്. കാരണം ഇത് പഴകിയ മരമാണെങ്കിലും മറ്റുള്ള മരങ്ങളും ഇതൊക്കെ കൂടി വരുമ്പോൾ ചിലർക്ക് തോന്നും ഇത് എന്തൊക്കെ മരങ്ങളാണ് എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ കളറിൽ നിർമ്മിച്ചതാണ്. പെയിന്റിങ് ചെയ്തിട്ട് പോളിഷൊക്കെ അടിച്ച് പാർട്ടിക്ക് നല്ലൊരു എക്സിക്യൂട്ടീവ് മോഡലിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോ ഇവിടെ അകത്തുണ്ട് കുറെ ഐറ്റംസ്. ഇത് നമ്മളവിടെ കണ്ടതിന്റെ ബാക്കിയാണ്, ഇവിടെ തൂക്കിയിട്ടതിന്റെ ബാക്കിയുള്ളതാണ്. അപ്പൊ അകത്തും ഉണ്ട് ഇവിടെ. അപ്പോ ഇത് നമ്മുടെ ഫ്രണ്ടിൽ വെക്കുന്ന വാതിൽക്കട്ടില് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ സുരേന്ദ്രേട്ടനോട് നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ് ഇതിന്റെ റേറ്റും കാര്യങ്ങളും, പിന്നെ മരം ഏതാണ് ഒന്ന് പറഞ്ഞാൽ നമ്മൾ. ഇത് ഇരുള് കട്ടിലാണ്. ഇതിന്റെ വാതില് വരുന്നത് പ്ലാവാണ്. പ്ലാവിന്റെ വാതില്. ഇത് നമുക്ക് പാർട്ടിക്ക് ഒരു 30 രൂപയ്ക്ക് കൊടുക്കാം. 30 രൂപയ്ക്ക് നമുക്കിത് കൊടുക്കാം. വാതിൽ കട്ടില് ഫ്രണ്ടില് സിറ്റ് ഔട്ടിൽ വെക്കണ കട്ടില്.
ഇത് നമ്മൾ പുതിയതിലൊക്കെ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം വരലിപ്പോ ഒരു 40 റുപ്യ കണ്ടിട്ടൊക്കെ റേറ്റ് വരും. ഇരുളും പ്ലാവും കൂടിയാണ്. അപ്പൊ ഒരു മാക്സിമത്തിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം ട്ടാ. ഇനി അവർ ഓർഡർ പ്രകാരം തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ മരം കൊണ്ടും നമുക്ക് നിർമ്മിച്ചു കൊടുക്കാം. വാതിൽക്കട്ടിലാണെങ്കിലും ജനൽ പൊളിയാണെങ്കിലും ഡോർ ഐറ്റംസ് ആണെങ്കിലും ഒക്കെ പുതിയതിലും നമുക്ക് നിർമ്മിച്ചു കൊടുക്കാം. പിന്നെ ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഡോറാണ്. ഇത് റൂമിൽ വെക്കുന്ന ഐറ്റം ഡോറാണോ? എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. റൂമിലത്തെ ആണോ എങ്ങനെയാണ്? ഇത് ബെഡ്റൂമിൽ വെക്കുന്ന ഡോറുകളാണ്. ബെഡ്റൂമിലൊക്കെ ഉപയോഗിക്കാനുള്ള ഡോറ്. അതായത് 2.10 ഹൈറ്റ് നീളമുള്ള വാതിൽക്കട്ടിലേക്ക് ഇപ്പോ വെക്കുന്ന ഡോറുകളാണ്. ഈ ഡോറൊക്കെ നമുക്ക് ഒരു 4-4.5 കൊടുക്കാം. 4 ആ റേറ്റിലൊക്കെ കൊടുക്കാം ഡോറ്. അപ്പൊ ഇവിടെ കുറച്ച് ജനവാതിൽ ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത് പുതിയതാണോ പഴയതാണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. റീവർക്ക് ചെയ്തതാണോ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ചോദിക്കാം. വീടുകൾ പൊളിക്കണതാണ് ഞങ്ങള്. പഴയ വീട് പൊളിക്കണതാണ്. അങ്ങനെ പൊളിച്ചെടുത്തിട്ട് അത് രണ്ടാമത് ഇവിടെ കൊടന്നിട്ട് മെയിൻ ചെയ്ത് ഒക്കെ വൃത്തിയാക്കിയതിന്റെ ശേഷം രണ്ടാമത് അടിച്ചു കൂട്ടി ലെവൽ ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ഇതിൽ 3 കല്ലുണ്ട്. 3 കല്ല്, 2 കല്ല്, അത് അയച്ചു പറഞ്ഞ 3 കല്ല്. ഇതൊക്കെ നമുക്ക് പൊളി അടക്കാണ് കൊടുക്കുന്നത്. കട്ടില മാത്രമല്ല, പൊളി അടക്കം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഗ്ലാസ് പൊളി എല്ലാം കൂടി സെറ്റാക്കിയിട്ട്. അപ്പൊ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു 7,500 നമുക്ക് കൊടുക്കാം. 3 കല്ല്. 2 കല്ലിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5,500, 6 പ്രകാരമൊക്കെ കൊടുക്കാം. മാക്സിമം മാറ്റി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പുതുതായി വീട് പണിയുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബാക്കി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക. ഇതിൽ നമ്മൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. സുരേന്ദ്രേട്ടനുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൺ ചെയ്തിടാനും മറക്കരുത് ഗായ്സ്.